കായംകുളം സ്വദേശിയായ ബൈജു തോമസ് ഒരു മിഷണറി പ്രവർത്തകനും സഭാ പാസ്റ്ററുമാണ്. സ്കൂൾ പഠനകാലത്ത് നേരിട്ട ശാരീരിക രോഗം മൂലം തകർന്നുപോയ കുടുംബാന്തരീക്ഷത്തിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആത്മീക അനുഭവം നമ്മോട് പങ്കുവയ്ക്കുകയാണ് ബൈജു തോമസ്. ഇന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന സുവിശേഷ പ്രഭാഷകനാണ്. 1980 നവംബർ മാസം 10-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറയുന്ന ദേശത്ത് ഒരു പാരമ്പര്യ ഓർത്തഡോക്സ് കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് മൂത്ത മകനായി 3 മക്കളിൽ മൂത്ത മകനായിട്ട് ജനിച്ച് വളർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം അവസരം നൽകി. പാരമ്പര്യമായി പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും മുടങ്ങാതെ പങ്കെടുക്കുകയും പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തൊരു കുടുംബമാണ് എൻ്റെ വാത്സല്യ കുടുംബം. അങ്ങനെ ആ ചെറിയ പ്രായം മുതൽ പള്ളിയോടുള്ള ബന്ധത്തിൽ സൺഡേ സ്കൂളിലും യുവജന പ്രസ്ഥാനത്തിലുമൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കഴിവുള്ളിടത്തോളം പള്ളിയിലെ കുർബാനകളൊന്നും മുടക്കാതെ, സൺഡേ സ്കൂളുകൾ ഒന്നും മുടക്കാതെ, പുരോഹിതന്മാർക്ക് പ്രിയപ്പെട്ടവനായി ആ പള്ളിയിൽ എല്ലാ കാര്യത്തിലും മുൻപിൽ നിൽക്കുവാൻ ചെറിയ പ്രായം മുതലേ ഞാൻ ശീലിക്കുവാനിടയായിത്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർത്തപ്പെടുവാൻ അവസരം ലഭിച്ചു. ഇന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ വല്യമ്മച്ചി, എൻ്റെ പിതാവിൻ്റെ മാതാവ്, ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ പള്ളിയിൽ കൊണ്ടുപോവുകയും പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അങ്ങനെ പള്ളിയുമായിട്ടും ആ നിലവാരത്തിലുള്ള ആത്മീയ കാഴ്ചപ്പാടുകളൊക്കെ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ വലുതാകുമ്പോൾ ഒരു ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതനാകുവാൻ ഞാൻ വളരെ ആഗ്രഹിച്ച, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എന്നാൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ 15-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. ജീവിതത്തിൽ കടന്നു വന്ന ചില രോഗങ്ങൾ, ചില ഭാരങ്ങൾ, ചില വേദനകൾ ബാല്യപ്രായത്തിൽ തന്നെ വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു. വളരെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാനിടയായി. ആശുപത്രികളിൽ മാറി മാറി എന്നെ ചികിത്സിച്ചു. ഞാൻ കടന്നുപോയി പല ദേവാലയങ്ങൾ സന്ദർശിച്ചു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. എൻ്റെതായ നിലവാരത്തിൽ നേർച്ചകളും അതിൻ്റെതായ രീതിയിൽ ഞാൻ അർപ്പിച്ചു. എന്നാൽ ജീവിതത്തിൽ ഒരു പൂർണ്ണമായൊരു വിടുതലിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഞാൻ ആശ്രയിച്ചവരും ഞാൻ പ്രാർത്ഥിച്ച ജീവിതങ്ങളുമൊക്കെ എനിക്കൊരു മറുപടി തരാൻ കഴിയാതെ എൻ്റെ ജീവിതം നൈരാശികമായ അനുഭവത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റുവാനിടയായി. വലിയ കുഴപ്പമില്ലാതെ പഠനം തുടർന്നുകൊണ്ടിരുന്ന എനിക്ക് പഠിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്ങനെയായിരിക്കും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, മുന്നോട്ട് എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ടു. എൻ്റെ ഭാവി തുലാസിലാകുമോ, എൻ്റെ ഭാവി ഇവിടെ വെച്ച് അവസാനിക്കുമോ എന്നൊക്കെ വളരെ ഭാരപ്പെട്ടു. ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ നിലവാരത്തിൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും പല മേഖലകളിൽ ആ നിലവാരത്തിലൂടെ മുന്നോട്ട് പോയിട്ടും എൻ്റെ ജീവിതത്തിലൊരു വിടുതൽ പ്രാപിക്കാൻ കഴിയാതിരുന്നു. പലപ്പോഴും തലകറങ്ങി വീഴുന്ന അവസ്ഥകൾ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സഹോദരങ്ങൾക്കും അത് നിമിത്തം ഉണ്ടാകുവാനിടയായി. എന്നാൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസരത്തിൽ 1995 ഡിസംബർ മാസം എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻറ്റിന് ആരംഭം കുറിക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ നൈരാശികമായ അനുഭവത്തിൽ ഭവനത്തിൽ രോഗിയായി കഴിയുമ്പോൾ, കായംകുളം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് എൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ആ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസി, സഹോദരി അമ്മാൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വാസവാക്കുകളൊക്കെ പറയുകയും എന്നോട് സുവിശേഷം പറയുവാനുമൊക്കെ
എന്നെ ജീവിതത്തിനിടയാക്കി. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനകൾക്ക് മുടങ്ങാതെ നടന്നിരുന്നൊരു ഭവനം, വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടേതായ പ്രാർത്ഥനകളെല്ലാം അതിൻ്റെ നിലവാരത്തിൽ ചൊല്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിനോടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ വേദപുസ്തകമൊക്കെ കുഞ്ഞുനാൾ മുതൽ വായിക്കും. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ഞാൻ സൺഡേ സ്കൂളിലും പഠിച്ച് മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ അവിടെ എനിക്കൊരു വിടുതലും സൗഖ്യവും കിട്ടാതിരിക്കുമ്പോൾ ഞാനീ പറഞ്ഞ കർത്താവിൻ്റെ ദാസി അമ്മാളാൻറ്റി എൻ്റെ വീട്ടിലേക്ക് വന്ന് എന്നോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം പങ്കുവച്ചു. കായംകുളത്തുള്ള ഒരു ചർച്ചിലേക്ക്, ഒരാത്മീയ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിക്കുവാനിടയായിട്ടു. ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് അവർക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ആ ആത്മീയ കൂട്ടായ്മകളിൽ അവരെന്നെ കൊണ്ടുപോകുവാനിടയായിട്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേണിംഗ് പോയിൻ്റ് അവിടെ തുടങ്ങുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുവാനിടയായിട്ടു. തീർന്നു പോയെന്ന് അവസാനിച്ചെടുത്ത് ഭാവി ഇനി ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന് ഞാൻ ആരംഭം കുറിക്കുന്നൊരു സമയം. 1995 എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി ഒരാത്മീയ കൂട്ടായ്മയിൽ കായംകുളത്തുള്ളൊരു ചർച്ചിൽ ഞാൻ കടന്നുപോയി. അവിടെയുള്ള കൂട്ടായ്മകളിൽ എനിക്ക് പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അവിടെയുള്ള ആ ദേശത്ത് താമസിക്കുന്ന ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ വർഗീസ് ബേബി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ എനിക്ക് കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. അദ്ദേഹത്തോടൊപ്പം പിന്നെ മുന്നോട്ട് ഞാൻ സന്തത സഹചാരിയായി ഞാൻ അദ്ദേഹത്തോട് കൂടുവാനിടയായിട്ടു. അങ്ങനെ ആ ദൈവദാസൻ എനിക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുകയും ആത്മീയ കൂട്ടായ്മകൾ എന്നെ കൂടുതലായി പങ്കെടുപ്പിക്കുകയും പ്രാർത്ഥനകൾക്കൊക്കെ എന്നെ കൊണ്ടുപോകുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരാത്മീയ ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ടായി. യേശുവിനോട് മാത്രമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. വേദപുസ്തകം ആധികാരികമായി പഠിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന രോഗപ്രതിസന്ധികൾ, ഭാവി ഇരുളടഞ്ഞു പോയെന്ന് വിചാരിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം തിരിച്ചു തരുവാനിടയായിരുന്നു. തിരുവചന പഠനത്തിനായി ആഗ്രഹിച്ച മനസ്സ് ദൈവം കണ്ടു. ഈ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ പുതിയ വെളിച്ചമായി അനുഭവിച്ചറിഞ്ഞ ജീവിതാനുഭവമാണ് ഈ മിഷണറിയുടേത്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ 1995 ഡിസംബർ മാസം കായംകുളത്ത് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം തരികയും എനിക്കൊരു വിടുതൽ തരികയും അങ്ങനെ ആ കൂട്ടായ്മയിൽ സജീവമായി പങ്കെടുത്തു. ഒരു നാമധേയ സഭയിൽ ഒരു പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ വേദപുസ്തക ഉപദേശത്തിനനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം പഠിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ ആ വചന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു. എനിക്ക് വളരെ ശക്തമായ കൈത്താങ്ങലുകൾ ഞാൻ കടന്നുപോയ ചർച്ചിൽ നിന്നും എനിക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെ ആ ചർച്ചിൽ അവിടെയുള്ള ദൈവദാസന്മാരും അവിടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ദൈവമക്കളും എനിക്ക് വേണ്ടതായ ആത്മീയ കൈത്താങ്ങലുകൾ തന്ന് എന്നെ ആത്മീയമായി വളർത്തുവാനിടയായി. പ്രാർത്ഥിക്കാൻ അറിയാത്ത എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവം കടന്നു വരുവാനിടയായി. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ വർഗീസ് ബേബി എന്ന് പറയുന്ന ദൈവദാസൻ 2000 ആണ്ടിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ആരംഭം കുറിച്ചു. ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചപ്പോൾ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്കും അവസരങ്ങളെ ദൈവം നൽകി. ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു ടേണിംഗ് പോയിൻ്റ് വരുത്തി. 2000 ആയപ്പോൾ 20-ാമത്തെ വയസ്സിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്, നീ കർത്താവിൻ്റെ വചനം പഠിക്കണം, നീ കർത്താവിൻ്റെ വേല ചെയ്യണം എന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ വർഗീസ് ബേബി പാസ്റ്ററിനോട് ചേർന്ന് ഉപവാസം ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിൻ്റെ വെളിച്ചത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാടുള്ള ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി എന്ന് പറയുന്ന ആ വേദപാഠശാലയിലേക്ക് എനിക്ക് കടന്നു പോകുവാൻ തുടർന്ന് 2000 മുതൽ
അവിടെ 3 വർഷക്കാലം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ എനിക്ക് സർവശക്തനായ ദൈവം അവസരങ്ങൾ നൽകി. 2003 കാലഘട്ടങ്ങളിൽ ദൈവവചനം പഠിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, ഒരു പൊതു ശുശ്രൂഷകനായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ. ഞാനൊരു ചർച്ചിൻ്റെ മിനിസ്ട്രി ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം 2003 പഠിച്ചിറങ്ങി ഏകദേശം 1.5 വർഷം പിന്നെയും ദൈവദാസന്മാരോടൊപ്പം സഞ്ചരിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 2005 ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു, നിന്നെ ഞാൻ സഭാപരിപാലനം ചർച്ച് മിനിസ്ട്രി നിനക്ക് ഞാൻ കൈമാറാൻ പോകുകയാണ്. 2005 മെയ് മാസം 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഇടപെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 2005 ജൂലൈ മാസം 4-ാം തീയതി എനിക്ക് വിവാഹം നടക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി പിന്നെയും പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ 2005 ഒക്ടോബർ മാസം മുതൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനടുത്തുള്ള ചേന്ദമംഗലത്ത് അദ്ദേഹത്തോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ കഴിഞ്ഞ ഏകദേശം 19 വർഷമായി കേരളത്തിൻ്റെ പല മേഖലകളിൽ കടന്നുപോയി പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അവസരം നൽകി. എൻ്റെ ജീവിതം താളം തെറ്റിയ നിമിഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ബാല്യപ്രായത്തിൽ തകർന്നുപോയ എന്നെ ഞാൻ പലയിടങ്ങളിൽ സന്ദർശിച്ചു. നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഞാൻ നടത്തി. ജീവിതത്തിൽ ഒരു വിടുതലുമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അനുഭവിക്കേണ്ടതെല്ലാം ജീവിതത്തിൽ ഒരു ചെറിയ പ്രായം കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിക്കേണ്ട ദുഃഖങ്ങളും വേദനകളും നിരാശകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലത്തിൽ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ കടന്നു വന്നപ്പോൾ കറ്റാണം പോപ്പൈസ സ്കൂളിൽ പഠനം തുടർന്നുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്കൂളിൽ വെച്ച് പലപ്പോഴും തലയിറങ്ങി വീഴുമായിരുന്നു. അടുത്തുള്ള സേവന ഹോസ്പിറ്റലിൽ ടീച്ചേഴ്സ് എന്നെ കൊണ്ടുപോയി. പക്ഷെ അവർക്ക് ആർക്കും എൻ്റെ രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആകെ തകർക്കപ്പെട്ട് നിരാശപ്പെട്ട് പല ഹോസ്പിറ്റലുകളിൽ എന്നെ മാറി മാറി ചികിത്സിച്ചു. എൻ്റെ ജീവിതം കയ്പായി മാറുവാനിടയായി. ഞാനവിടെ പലപ്പോഴും തലകറങ്ങി വീണു. ആ അനുഭവത്തിൽ ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ അവസാനം തിരുവനന്തപുരം ശ്രീചിത്രായിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ വെച്ചും ഡോക്ടേഴ്സിന് കാര്യമായിട്ട് തന്നെ രോഗങ്ങളെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തീർത്തും നിരാശനായി ജീവിതം കയ്പായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്നെ ദൈവം കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല. ഇന്നും പലരുടെ മുമ്പിലും ഒരത്ഭുത വിഷയമായി എന്നെ ദൈവം നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ 1995 കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് വചനം പറയുന്നത് പോലെ കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും എന്ന തിരുവചന പ്രകാരം ഞാൻ ആ വചനം ഏറ്റെടുത്തു. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസൻ റഗീസ് വേപ്പാസിനോടൊപ്പം കായംകുളത്ത് എട്ടുതറയിൽ ഭവനത്തിൽ വെച്ച് ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ എൻ്റെ ജീവിതം കൈവിട്ടുപോയ സ്ഥാനത്ത്, ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച സ്ഥാനത്ത്, ഇനിയും ഒരു ഭാവി ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് എനിക്കൊരു പുതിയ വെളിച്ചമായി കടന്നു. രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. കർത്താവ് ഏൽപ്പിച്ച കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സർവശക്തൻ എനിക്ക് ഭാഗ്യം നൽകി. ഇന്നും ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുകയാണ്. പാരമ്പര്യമായി നിലകൊള്ളുന്ന സാമുദായിക സഭയിൽ എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ ഇന്നും ആ പശ്ചാത്തലത്തിൽ തുടരുമ്പോൾ കർത്താവ് അയച്ച ദേശങ്ങളിലും കർത്താവ് അയച്ച ചില രാജ്യങ്ങളിലും കർത്താവ് അയക്കുന്ന ചില പട്ടണങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവായ യേശുവിനെ സാക്ഷീകരിപ്പാൻ എനിക്ക് അവസരങ്ങൾ നൽകി. അങ്ങനെ കേരളത്തിലെ 14 ജില്ലകളിലും തെരുവോരങ്ങളിൽ, പരസ്യയോഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷകനെന്ന് വിളിച്ചു പറയുവാൻ കർത്താവ് എനിക്ക് ജീവിതത്തിൽ അവസരം നൽകിത്തു. എൻ്റെ ജീവിതത്തിൽ
പുറമേ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും പറയുവാനില്ല എങ്കിൽ തന്നെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. 15-ാമത്തെ വയസ്സിൽ ജീവിതം അവസാനിക്കേണ്ടടുത്ത് കായംകുളം കാദീശ ഓർത്തഡോക്സ് സഭയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടേണ്ട എന്നെ ഇന്നും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കഴിഞ്ഞ 29 വർഷം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനുള്ള കാര്യം, ജീവിതം തീർന്നിട്ടില്ല. നൈരാശികമായ അനുഭവത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ സാക്ഷ്യം, ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞു പോയെങ്കിൽ, നിങ്ങൾ ആശ്രയിച്ചവർ നിങ്ങളെ കൈവിട്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിച്ച ജീവിതങ്ങൾ നിങ്ങളെ കൈമലർത്തി കാണിച്ചെങ്കിൽ, നിങ്ങൾ ഇറങ്ങിത്തിരിച്ച മേഖലകളിൽ നിങ്ങൾക്ക് ഒന്നുമാകാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. യേശു നിങ്ങളെ തേടി വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന തിരുവചനം പോലെ കർത്താവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ജീവിതം നമുക്ക് നൈരാശ്യമായി തള്ളിക്കളയാനുള്ളതല്ല, ഇരുട്ടിലേക്ക് തള്ളിക്കളയാനുള്ളതല്ല, ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കാനുള്ളതല്ല. നമുക്ക് ഈ ഭൂമിയിൽ ദൈവവചനം പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ആയുസ് 70 വർഷം, ഏറെയായാൽ 80 വർഷം. അത് വേഗം തീർന്നു പോകും. അത് കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ്. അത് രോഗമുള്ള ജീവിതമാണ്, അത് കഷ്ടമുള്ള ജീവിതമാണ്, അത് ഭാരമുള്ള ജീവിതമാണ്, തകർച്ചയുള്ള ജീവിതമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ കടന്നു വരും. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നമ്മളെ തള്ളിയാലും, ആരെല്ലാം നമ്മളെ വിടക്കം നിന്നിയാലും, ആരെല്ലാം നമുക്ക് പ്രതികൂലമായാലും, ഞാനൊന്ന് പറയാം, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കൈവിടത്തില്ല, നമ്മളെ തൻ്റെ മാറോട് ചേർക്കും. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നൊരു ദൈവമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പരസ്യ കവലകളിലും പല യോഗങ്ങളിലും കടന്നുപോയി ഞാൻ യേശുവിനെ ഉയർത്തുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ യേശുവിനെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, 1, അവൻ ലോകരക്ഷകനായി പിറന്നവൻ. 2, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അടുത്ത മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളെ തൂങ്ങപ്പെട്ട് പരമയാഗമായി തീർന്നു എന്നുള്ളതും വാസ്തവമാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ ജനന ദിവസമായ ക്രിസ്തുമസ് കൊണ്ട് ആഘോഷിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും യേശു തമ്പുരാൻ ആചരിച്ച പെസഹ നമ്മൾ ആചരിക്കാറുണ്ട്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കാണിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ആ സമയത്ത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഓർക്കാറുണ്ട്. എന്നാൽ ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത, ലോകത്തിൽ മറ്റൊന്നുമില്ലാത്ത, എങ്ങും കാണാത്ത ഒരു വലിയ പ്രത്യേകത, ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിക്കാതെ അടുത്തൊരു ഈസ്റ്റർ നമ്മൾ ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ഈസ്റ്ററിൻ്റെ പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ഇന്നും യേശുവിനെ പ്രസംഗിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ, ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മരണം കൊണ്ട്, ക്രൂശ് മരണം കൊണ്ട്, പീഡാനുഭവം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ലായിരുന്നു യേശുവിൻ്റെ. യേശു മരിച്ചു, അടക്കപ്പെട്ടു, പക്ഷേ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഒന്നും കൂടെ പറഞ്ഞു, പോയതുപോലെ യേശു വീണ്ടും വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ യേശുവിനെ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായി തീരും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ലോകപ്രശസ്തമായ ഒരു വാക്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് തന്നത് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, നമ്മളെ രക്ഷിപ്പാൻ പാപത്തിൻ്റെ ചേറുകുഴിയിൽ കിടക്കുന്ന ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിരഞ്ഞോടി മദ്യത്തിനും മയക്കുമരുന്നിനും പാപപ്രവൃത്തികൾക്കും ഒക്കെ അടിമകളായി ജീവിതം തള്ളിക്കളയുന്ന, ജീവിതം നശിപ്പിച്ച് കളയുന്ന പ്രിയമുള്ളവരെ, ഈ നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അതിനെ കൊണ്ട് യേശു ലോകരക്ഷകനെന്ന്, അല്ലെങ്കിൽ എൻ്റെ രക്ഷകനെന്ന്, എന്നെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നായകനായി, നിങ്ങളുടെ കുടുംബത്തിലെ നായകനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരും. നിങ്ങളെ അതിനായി ദൈവം സഹായിക്കട്ടെ. കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.
ഓരോ ജീവിതാനുഭവങ്ങളും നമുക്ക് ആത്മീക പാഠങ്ങളാവുകയാണ്. തിരുവചന പഠനത്തിനായി ആഗ്രഹിച്ച ബൈജു തോമസിന്റെ ജീവിത സാക്ഷ്യം അനേക ജീവിതങ്ങളെ തിരുവചന വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ സ്നേഹം